Dear students, in the previous class we were discussing about nucleophilic substitution reactions of aryl halides. We will continue our discussion with nucleophilic substitution reactions. We learned some of the examples for nucleophilic substitution reactions of chlorobenzene. ക്ലോറോബെൻസീന്റെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് കണ്ടതാണ്. നമ്മൾ ഫീനോൾ ഉണ്ടാവുന്നതും 2-നൈട്രോഫീനോൾ ഉണ്ടാവുന്ന എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഇതിൽ നിന്ന് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ്സ് ക്ലോറോബെൻസീന്റെ കൂടെ ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ അത് റിയാക്ഷന്റെ റേറ്റ് കൂട്ടും. ഇത് പെട്ടെന്ന് റിയാക്ട് ചെയ്യും. ഇപ്പൊ 2,4,6 ഡ്രൈ നൈട്രോ ക്ലോറോബെൻസീൻ അല്ലെങ്കിൽ ഇതിന്റെ വേറെ പേര് പിക്രൈൽ ക്ലോറൈഡ് എന്നാണ്. അതായിരിക്കും ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നത്. അതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് നമ്മൾ നടത്തുന്നത്. ന്യൂക്ലിയോഫൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണ് ഇഷ്ടപ്പെടാതെ ന്യൂക്ലിയസിനെ അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജിനെ ഇഷ്ടപ്പെടുന്നവരാണ് ന്യൂക്ലിയോഫൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഈ NO2 പോലെയുള്ള ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ റിങ്ങില് ഇലക്ട്രോണിന്റെ കുറവ് ഉണ്ടാവും. അപ്പൊ ന്യൂക്ലിയോഫൈൽ പെട്ടെന്ന് വന്ന് അറ്റാക്ക് ചെയ്യും. അതാണ് അതിന്റെ റീസൺ. അപ്പൊ ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ്സ് കൂടുന്നതനുസരിച്ച് റിയാക്ഷന്റെ റേറ്റും കൂടും. അപ്പൊ ഈ കോമ്പൗണ്ടിന്റെ പ്രത്യേകത ഇതിൽ 3 ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ്സ് ഉണ്ട്, 3 നൈട്രോ ഗ്രൂപ്പ്സ് ഉണ്ട്. 3 നൈട്രോ ഗ്രൂപ്പ്സ് ഉള്ളത് കാരണം ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്യും ഈ കോമ്പൗണ്ട്. അപ്പൊ ഇതിന്റെ റിയാക്ഷന്റെ റേറ്റ് ഗ്രേറ്റർ ദാൻ 2,4-ഡൈനൈട്രോക്ലോറോബെൻസീൻ. 2,4-ഡൈനൈട്രോക്ലോറോബെൻസീന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ 2 നൈട്രോ ഗ്രൂപ്പ് ഉള്ളൂ. മുമ്പത്തെ കോമ്പൗണ്ടിൽ പിക്രൈൽ ക്ലോറൈഡിൽ 3 നൈട്രോ ഗ്രൂപ്പ്സ് ഉണ്ടായി. പക്ഷെ ഇതിൽ 2 നൈട്രോ ഗ്രൂപ്പ്സ് ഉള്ളൂ. 2 നൈട്രോ ഗ്രൂപ്പ്സ് ഉള്ളത് കൊണ്ട് റിയാക്ഷന്റെ റേറ്റ് കുറച്ച് കുറവായിരിക്കും പിക്രൈൽ ക്ലോറൈഡിനെക്കാളും. കാരണം ഈ 2 നൈട്രോ ഗ്രൂപ്പ്സ് ഇലക്ട്രോണിനെ ഈ റിംഗിൽ നിന്ന് വിത്ഡ്രോ ചെയ്യും. അങ്ങനെ ന്യൂക്ലിയോഫൈല് വന്ന് അറ്റാക്ക് ചെയ്യും റിങ്ങിനെ. അതാണ് ഇവിടെ നടക്കുന്ന റിയാക്ഷൻ. പിന്നെ ഇതിനേക്കാളും റേറ്റ് കുറവായിരിക്കും 4-നൈട്രോക്ലോറോബെൻസീൻ. 4-നൈട്രോക്ലോറോബെൻസീന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു നൈട്രോ ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ് ഉള്ളൂ. അതുകൊണ്ട് റിയാക്ഷന്റെ റേറ്റ് 2,4-ഡൈനൈട്രോക്ലോറോബെൻസീനേക്കാളും കുറവായിരിക്കും. ഇനി ഏറ്റവും ലാസ്റ്റ് റിയാക്ടിവിറ്റി ഉള്ളത് വെറുതെ ക്ലോറോബെൻസീൻ ആണ്. ഒറ്റ ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ്സ് ഇല്ലാത്ത ക്ലോറോബെൻസീന്റെ റിയാക്ഷന്റെ റേറ്റ് ആയിരിക്കും ഏറ്റവും കുറവ്. അപ്പൊ പിക്രൈൽ ക്ലോറൈഡ് reaction rate is greater than 2,4-dinitro-chlorobenzene is greater than 4-nitrochlorobenzene is greater than chlorobenzene. So the greater the number of electron withdrawing groups at the ortho and para positions, the easier it is to carry out SNAR reaction. SNAR reaction എന്ന് പറയുന്നത് എന്താ? ന്യൂക്ലിയോഫിലിക് ആരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? SNAR റിയാക്ഷൻ. SNAR റിയാക്ഷൻ നടക്കാൻ ഏറ്റവും സാധ്യതയുള്ളത് പിക്രൈൽ ക്ലോറൈഡിലും ഏറ്റവും സാധ്യത കുറവുള്ളത് വെറുതെ ക്ലോറോബെൻസീനിലുമാണ്. ഇനി നമ്മൾ ഈ സ്ലൈഡ്സിൽ നമ്മൾ മെക്കാനിസം ആണ് പഠിക്കുന്നത്. എങ്ങനെയാണ് ഈ ന്യൂക്ലിയോഫിലിക് ആരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ മെക്കാനിസം ആണ് നമ്മൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ മോഡ് ഓഫ് ആക്ഷൻ, എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്, ഏതൊക്കെ സ്റ്റെപ്സ് വഴിയാണ് ഈ പ്രോഡക്റ്റ് ഉണ്ടാവുന്നതെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പൊ 2 മെക്കാനിസംസ് സാധാരണയായിട്ട് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് പറയാറുണ്ട്. ആദ്യത്തെ മെക്കാനിസം എന്ന് പറയുന്നത് ബൈമോളിക്കുലർ ഡിസ്പ്ലേസ്മെന്റ് മെക്കാനിസം അല്ലെങ്കിൽ അഡീഷൻ എലിമിനേഷൻ മെക്കാനിസം എന്നാണ്. രണ്ടാമത്തത് എന്താന്ന് അതിന്റെ സ്ലൈഡ് വരുമ്പോ പറയാം. അപ്പൊ ആദ്യത്തെ മെക്കാനിസം നിങ്ങൾ ഓർത്ത് വെക്കുക, ബൈമോളിക്കുലർ ഡിസ്പ്ലേസ്മെന്റ് മെക്കാനിസം. ബൈമോളിക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? 2 മോളിക്യൂൾ ഉണ്ട് റിയാക്ഷനിൽ. അപ്പൊ 2 മോളിക്യൂൾ പങ്കെടുക്കുന്ന ഉറപ്പിക്കാം. ഡിസ്പ്ലേസ്മെന്റ് മെക്കാനിസം ആണ്, ഒന്നിന് പകരം ഒന്ന് വരുന്ന ഒരു മെക്കാനിസം ആണിത്. അപ്പൊ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അടുത്ത പേര് അഡീഷൻ എലിമിനേഷൻ മെക്കാനിസം എന്നാണ്. അതിൽ നിന്ന് നമുക്ക് കുറെ മീനിങ് കിട്ടുന്നുണ്ട്. എന്തൊക്കെയാ? ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു അഡീഷൻ ആണ്, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു എലിമിനേഷനും ആണ്. അപ്പൊ അങ്ങനെയാണ് ഈ പ്രോസസ് നടക്കണേന്ന് ഏകദേശം ക്ലിയർ ആയി. ഇനി ഈ ബൈമോളിക്കുലർ ഡിസ്പ്ലേസ്മെന്റ് മെക്കാനിസം സാധാരണയായിട്ട് നടക്കുന്നത് വീക്ക് ന്യൂക്ലിയോഫൈൽസ് ആയിരിക്കുമ്പോഴാണ്.
സ്ട്രോങ് ന്യൂക്ലിയോഫൈൽസ് ഉണ്ട്, വീക്ക് ന്യൂക്ലിയോഫൈൽസ് ഉണ്ട്. സ്ട്രോങ് ന്യൂക്ലിയോഫൈൽസ് ആയിട്ട് നമ്മൾ സാധാരണയായിട്ട് പറയുന്നത് NH2 ഒക്കെയാണ്. NH2 ഒരു സ്ട്രോങ് ന്യൂക്ലിയോഫൈലാണ്. അപ്പൊ അങ്ങനത്തെ NH2 അല്ലാത്ത ന്യൂക്ലിയോഫൈൽസ് അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് സാധാരണയായിട്ട് വീക്ക് ന്യൂക്ലിയോഫൈൽസ്. വീക്ക് ന്യൂക്ലിയോഫൈൽസ് ആണ് ഇവിടെ റിയാക്ട് ചെയ്യുക. വീക്ക് ന്യൂക്ലിയോഫൈൽസ് എക്സാമ്പിൾസ് ഒത്തിരി പറയാവുന്നതാണ്. CN- അതൊക്കെ വീക്ക് ന്യൂക്ലിയോഫൈൽസ് ആയിട്ട് പറയാവുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ന്യൂക്ലിയോഫൈൽസ് വന്നു കഴിയുമ്പോൾ എങ്ങനെയാണ് സ്റ്റെപ്പുകൾ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 2 സ്റ്റെപ്സ് ആണ് ഉള്ളത്. ആദ്യത്തെ സ്റ്റെപ്പിന്റെ പേര് അഡീഷൻ ഓഫ് ദി ന്യൂക്ലിയോഫൈൽ ആണ്. രണ്ടാമത്തെ സ്റ്റെപ്പിന്റെ പേര് എലിമിനേഷൻ ഓഫ് ദി ഹാലൈഡ് അയോൺ. ഇപ്പൊ ഫസ്റ്റ് ലെറ്റ് us ഡിസ്കസ് അഡീഷൻ ഓഫ് ദി ന്യൂക്ലിയോഫൈൽ. അഡീഷൻ ഓഫ് ദി ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞ സ്റ്റെപ്പില് ഇതാണ് നമ്മുടെ സബ്സ്ട്രേറ്റ് അല്ലെങ്കിൽ നമ്മൾ റിയാക്ട് ചെയ്യുന്ന മോളിക്യൂൾ. ഇതാണ്. ഇത് ഏത് മോളിക്യൂളാണ്? പാരാക്ലോറോ നൈട്രോ ബെൻസീൻ ആണ്. പാരാക്ലോറോ നൈട്രോ ബെൻസീനിലേക്ക് ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യാണ്. NU എന്നാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഇലക്ട്രോൺ പെയറിന്റെ അതുകൊണ്ട് ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. നെഗറ്റീവ് ചാർജ് ഉള്ളവരെയാണ് നമ്മൾ സാധാരണ ന്യൂക്ലിയോഫൈൽസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ന്യൂക്ലിയോഫൈൽ വന്ന് ഈ ക്ലോറിൻ ഉള്ള ഈ കാർബണിലേക്ക് വന്ന് അറ്റാക്ക് ചെയ്യുന്നു. അപ്പൊ പെട്ടെന്ന് തന്നെ ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഇതിലുള്ള ഈ ഇലക്ട്രോൺസ്, ഈ ഡബിൾ ബോണ്ടിന്റെ ഇലക്ട്രോൺസ് ഈ കാർബണിലേക്ക് ഷിഫ്റ്റഡ് ആവുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ഇനി ഈ കാർബൺ, ഈ ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യുന്ന കാർബൺ sp2 ആയിരുന്നു ഇത്രയും നേരം. പെട്ടെന്ന് തന്നെ അത് sp3 ഹൈബ്രിഡൈസേഷൻ ആയിട്ട് മാറുകയും ചെയ്യും. ഇനി ഈ റിയാക്ഷന്റെ സ്റ്റെപ്പ് ഭയങ്കര സ്ലോ ആണ്. അതുകൊണ്ട് ഇതാണ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എപ്പോഴും സ്ലോ സ്റ്റെപ്പ് ആയിരിക്കും. റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് വളരെ പതുക്കെ നടക്കുന്ന സ്റ്റെപ്പാണ് ആ റിയാക്ഷന്റെ റേറ്റ് തീരുമാനിക്കുക. അപ്പൊ ഇതിൽ ഏറ്റവും പതുക്കെ നടക്കുന്ന സ്റ്റെപ്പ് ഇതാണ് കമ്പയർഡ് ടു ദ സെക്കൻഡ് സ്റ്റെപ്പ്. അതുകൊണ്ട് ഇത് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് ആണ്. ഇനി നമുക്ക് എന്താണ് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുക? പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ക്ലോറിന്റെ കൂടെ ഈ ന്യൂക്ലിയോഫൈലും വന്ന് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ കാർബണില്. തൊട്ടടുത്ത കാർബണിൽ ഒരു നെഗറ്റീവ് ചാർജ് വന്നിട്ടുണ്ട്. ആ നെഗറ്റീവ് ചാർജിനെ റിങ്ങില് മൊത്തത്തില് ആ നെഗറ്റീവ് ചാർജിനെ ചുറ്റി നടക്കാൻ പറ്റും, കാരണം റെസൊണൻസ് വഴി. അപ്പൊ എന്താ സംഭവിക്കുക? ഈ ഇലക്ട്രോൺ ഇവിടെ ബോണ്ടായിട്ട് മാറുമ്പോ അപ്പൊ തൊട്ടടുത്തുള്ള ഡബിൾ ബോണ്ട് മാറിക്കൊടുക്കാൻ വേണ്ടി അത് തൊട്ടടുത്തുള്ള കാർബണിൽ നെഗറ്റീവ് ചാർജ് ആയിട്ട് മാറും. അത് നിങ്ങൾക്ക് ഈ രണ്ടാമത്തെ റെസൊണൻസ് സ്ട്രക്ചറിൽ കാണാവുന്നതാണ്. ഇനി എന്ത് സംഭവിക്കുക? ഈ ഇലക്ട്രോൺ പെയർ ഇവിടെ ഡബിൾ ബോണ്ട് ആയിട്ട് മാറും. അപ്പൊ തൊട്ടടുത്തുള്ള ഓക്സിജനിലുള്ള ഡബിൾ ബോണ്ട് ഇലക്ട്രോൺ പെയർ ആയിട്ട് മാറും. അത് നിങ്ങൾക്ക് അടുത്ത റെസൊണൻസ് സ്ട്രക്ചറിൽ കാണാവുന്നതാണ്. ഇവിടെ ഡബിൾ ബോണ്ട് ആയി, ഇവിടെ ഓക്സിജന് നെഗറ്റീവ് ചാർജ് ആയി. എന്താ സംഭവിക്കുക? ഈ ബോണ്ട് ഇലക്ട്രോൺ പെയർ ആയിട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ഈ തൊട്ടടുത്തുള്ള നൈട്രജൻ കാർബൺ ബോണ്ട് ഡബിൾ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഡബിൾ ബോണ്ടും കിട്ടും, ഇവിടെ ഒരു ഇലക്ട്രോണിന്റെ പെയർ വിത്ത് നെഗറ്റീവ് ചാർജും കിട്ടും. അപ്പൊ ഇങ്ങനെ 4 റെസൊണൻസ് സ്ട്രക്ചേഴ്സ് ഓൾറെഡി വരച്ചു കഴിഞ്ഞു. അപ്പൊ 4 റെസൊണൻസ് സ്ട്രക്ചേഴ്സ് ഉള്ളതുകൊണ്ട് ഇത് ഭയങ്കര സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കാർബാനയോൺ ആണ്. ഈ നെഗറ്റീവ് ചാർജ് ഉള്ള കാർബണിൽ നെഗറ്റീവ് ചാർജ് ഉള്ളവരെ നമ്മൾ വിളിക്കുന്നത് കാർബാനയോൺസ് ആണ്. അപ്പൊ ഇത് കാർബാനയോൺസ് ആണ്. അപ്പൊ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കാർബാനയോൺ ആണ്. ഇതിന്റെ റെസൊണൻസ് ഹൈബ്രിഡ് നമുക്ക് ഇങ്ങനെ കാണിക്കാവുന്നതാണ്. Cl ഉണ്ട്, Nu ഉണ്ട് ഈ കാർബണില്. ഇവിടെയാണെങ്കിൽ NO2 ഉണ്ട്. പിന്നെ നെഗറ്റീവ് ചാർജ് ഇങ്ങനെ ഓടി നടക്കുകയാണ് അല്ലെങ്കിൽ ചുറ്റി നടക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ എല്ലായിടത്തും ഡോട്ടഡ് ലൈൻസ് ഇടുന്നത്. എന്നിട്ട് ആ നെഗറ്റീവ് ചാർജ് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് റെസൊണൻസ് ഹൈബ്രിഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ സ്ട്രക്ചറിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് ഹൈലി സ്റ്റേബിൾ ആണ്. ഈ ഹൈലി സ്റ്റേബിൾ ആയിട്ടുള്ള ഈ കാർബാനയോനെ വിളിക്കുന്നത് മീസൻ ഹീമർ കോംപ്ലക്സ് എന്നാണ്. ഇതിന്റെ പേര് മീസൻ ഹീമർ കോംപ്ലക്സ് എന്നാണ്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പില് മീസൻ ഹീമർ കോംപ്ലക്സ് ഉണ്ടായി. രണ്ടാമത്തെ സ്റ്റെപ്പിൽ എലിമിനേഷൻ ഓഫ് ദി ആലൈഡ് അയോൺ ആണ്. ഈ ആലൈഡ് അയോണ് പുറത്തേക്ക് പോകണം, എന്നാലാണ് ഇത് പുതിയ പ്രൊഡക്റ്റിലേക്ക് എത്തുള്ളൂ. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ ആലൈഡ് അയോണ് പോകുന്നു. അപ്പൊ ഇതായിരുന്നു നമ്മുടെ മീസൻ ഹീമർ കോംപ്ലക്സ് എന്ന് പറയുന്നത്. മീസൻ ഹീമർ കോംപ്ലക്സില് ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ടേക്ക് ഡബിൾ ബോണ്ട് ആയിട്ട് മാറുന്നു. അപ്പൊ ക്ലോറിൻ പതുക്കെ
പിൻവാങ്ങുന്നു, ക്ലോറിൻ പോകുന്നു Cl- ആയിട്ട്. അപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് നമുക്ക് ഇവിടെ ഒരു നൈട്രോ ഗ്രൂപ്പും ഇവിടെ ഒരു ന്യൂക്ലിയോഫൈലും ഉള്ള ഒരു പ്രോഡക്റ്റ് ആയിട്ട് മാറി. ഇതൊരു ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന സ്റ്റെപ്പാണ്, അതുകൊണ്ട് തന്നെ ഇത് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് ആവില്ല. മുമ്പത്തെ സ്റ്റെപ്പ് അല്ലെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പാണ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. അപ്പൊ ഈ മീസൻ ഹീമർ കോംപ്ലക്സ്, ഇതാണ് മീസൻ ഹീമർ കോംപ്ലക്സ്. ഇതിന് പല സയന്റിസ്റ്റുകളും ഇതിനെ സ്പെക്ട്രോസ്കോപ്പിക്കലി ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് ഇതിനെ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്, ഇത് ഉണ്ടാവുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്, ഇതിനെ ഐസൊലേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. അപ്പൊ അത് വളരെയധികം തെളിവാണ്, ഇങ്ങനെ ഒരു കോംപ്ലക്സ് ഇവിടെ ഉണ്ടാവുന്നുണ്ടെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത് പലരും ഇതിനെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതാണ് അതിന്റെ തെളിവ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് റിയാക്ഷൻ നടക്കുന്ന മെക്കാനിസം എന്ന് പറയുന്നത്. ഈ മെക്കാനിസം കുറെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ മെക്കാനിസത്തിൽ കുറെ സിമ്പിൾ ആണ്, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 സ്റ്റെപ്പുകൾ മാത്രം ഓർത്തിരുന്നാൽ മതി. ഏതാണ് 2 സ്റ്റെപ്പ്? ആദ്യത്തെ സ്റ്റെപ്പിൽ അഡീഷൻ ആണ്, രണ്ടാമത്തെ സ്റ്റെപ്പിലാണെങ്കിൽ എലിമിനേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പേര് അഡീഷൻ എലിമിനേഷൻ റിയാക്ഷൻ എന്നാണ് ഇതിന്റെ പേര്. അല്ലെങ്കിൽ വേറൊരു പേര് പറയാവുന്നത് ബൈമോളിക്കുലർ ഡിസ്പ്ലേസ്മെന്റ് മെക്കാനിസം. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിന്റെ പ്രൂഫ് എന്ന് പറയുന്നത് മീസൻ ഹീമർ കോംപ്ലക്സ് സയന്റിസ്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രൂഫ് എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ്സ്, അതായത് ഇവിടെ ഒരു ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ട്, നൈട്രോ ഗ്രൂപ്പ് ഉണ്ട്. ഇതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ഓർത്തോ പൊസിഷനിൽ, ഇതിപ്പോ പാര പൊസിഷനിലാണ് നൈട്രോ ഗ്രൂപ്പ്, ഓർത്തോ പൊസിഷനിലും ഇതുപോലെ തന്നെ നൈട്രോ ഗ്രൂപ്പ്സ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിയാക്ഷൻ പെട്ടെന്ന് നടക്കും. കാരണം എന്തായിരിക്കും? കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാർബാനയോൺ, ഈ ഉണ്ടാവുന്ന മീസൻ ഹീമർ കോംപ്ലക്സ് ഒന്നും കൂടിയും സ്റ്റേബിൾ ആയിരിക്കും. കാരണം നമുക്ക് കൂടുതൽ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് വരയ്ക്കാൻ പറ്റും. ഇപ്പൊ തന്നെ നമ്മൾ 4 റെസൊണൻസ് സ്ട്രക്ചേഴ്സ് വരച്ചിട്ടുണ്ട് മീസൻ ഹീമർ കോംപ്ലക്സിന്. അപ്പൊ നൈട്രോ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ്സ് കൂടുന്നതനുസരിച്ച് നമുക്ക് 8, 12 അങ്ങനത്തെ അത്രയും അധികം റെസൊണൻസ് സ്ട്രക്ചേഴ്സ് വരയ്ക്കാൻ പറ്റും. അതുകൊണ്ട് സ്റ്റെബിലിറ്റി കൂടും, അതുകൊണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ റിയാക്ഷൻ നടക്കും. അപ്പൊ ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ റിയാക്ഷൻ കൂടുതൽ സ്പീഡപ്പ് ആവാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇതാണ്, ഈ മെക്കാനിസത്തിലൂടെ നടക്കുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് ആണ്, ഓർത്തോ പൊസിഷനിലും പാര പൊസിഷനിലും ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് ആണ് ഉള്ളതെങ്കിൽ റിയാക്ഷന്റെ റേറ്റ് ഭയങ്കര സ്ലോ ആവും. ഇത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നൈട്രോ ഗ്രൂപ്പ് ഒരു ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ് ആണ്, ഇതിന് പകരം ഇവിടെ ഒരു OH ഗ്രൂപ്പ് ആണ്. OH ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ് അല്ല, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണ്. ഇലക്ട്രോൺ റിങ്ങിന് കൊടുക്കുകയാണ് ചെയ്യുക. റിങ്ങിന് കൊടുക്കുമ്പോൾ ഒരിക്കലും ന്യൂക്ലിയോഫൈലിനെ അറ്റാക്ക് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവില്ല, റിയാക്ഷന്റെ റേറ്റ് ഭയങ്കര സ്ലോ ആവും. അപ്പൊ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് ആണ് റിങ്ങിലുള്ളതെങ്കിൽ റിയാക്ഷന്റെ റേറ്റ് ഭയങ്കര സ്ലോ ആയിരിക്കും. അതുപോലെ ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ്സ് ആണ് റിങ്ങിലുള്ളതെങ്കിൽ റിയാക്ഷന്റെ റേറ്റ് ഭയങ്കര ഫാസ്റ്റുമായിരിക്കും. ഇനി നമ്മൾ രണ്ടാമത്തെ മെക്കാനിസം ആണ് പഠിക്കാൻ പോണത്. ആദ്യത്തെ മെക്കാനിസം നമ്മൾ പഠിച്ചത് ബൈമോളിക്കുലർ ഡിസ്പ്ലേസ്മെന്റ് മെക്കാനിസം ആണ്. അത് സാധാരണയായിട്ട് വീക്ക് ന്യൂക്ലിയോഫൈൽസ് അറ്റാക്ക് ചെയ്യുമ്പോഴാണ് ആ മെക്കാനിസം നടക്കുന്നത്. ഇനി സ്ട്രോങ് ന്യൂക്ലിയോഫൈൽസ് അറ്റാക്ക് ചെയ്യുമ്പോഴാണ് ഈ ബെൻസൈൻ മെക്കാനിസം ഉണ്ടാവുന്നത്. ഇതിന്റെ വേറെ പേര് എലിമിനേഷൻ അഡീഷൻ മെക്കാനിസം എന്നാണ്. അപ്പൊ ഈ സ്റ്റെപ്പ് 2 നമുക്ക് ഇപ്പൊ തന്നെ പറയാവുന്നതാണ്. ആദ്യത്തെ സ്റ്റെപ്പ് എലിമിനേഷൻ എന്ന് പറഞ്ഞ പ്രോസസ് ആണ്, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അഡീഷൻ എന്ന് പറഞ്ഞ പ്രോസസ് ആണ്. അപ്പൊ ഇതിന് 2 സ്റ്റെപ്പ് ഉണ്ട്, ആ 2 സ്റ്റെപ്സും ഇതുപോലെ തന്നെയാണ്, എലിമിനേഷനും അഡീഷനും ആണ്. ഇപ്പൊ ബെൻസൈൻ മെക്കാനിസം സാധാരണയായിട്ട് നടക്കുന്നത് NH2- പോലുള്ള സ്ട്രോങ് ന്യൂക്ലിയോഫൈൽസ് അറ്റാക്ക് ചെയ്യുമ്പോഴാണ്. അപ്പൊ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കാണിച്ചിരിക്കുന്നത് NH2- അറ്റാക്ക് ചെയ്യുന്നതാണ്. അതിന്റെ പേര് അമൈഡ് അയോൺ എന്നാണ്, ഇത് സ്ട്രോങ് ബേസ് ആണ്. അതുകൊണ്ട് ബെൻസൈൻ മെക്കാനിസം വഴിയാണ് റിയാക്ഷൻ നടക്കുക. അപ്പൊ നമ്മൾ എടുക്കുന്ന റിയാക്ടന്റ് എന്ന് പറയുന്നത് ക്ലോറോബെൻസീൻ ആണ്. ക്ലോറോബെൻസീനിലേക്ക് സ്ട്രോങ് ന്യൂക്ലിയോഫൈലായ അമൈഡ് അയോൺ അറ്റാക്ക് ചെയ്യുകയാണ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്താന്ന് നോക്കുക. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എലിമിനേഷൻ ഓഫ് ദി ഹാലൈഡ് അയോൺ ആണ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രോങ് ആയിട്ടുള്ള ഈ ന്യൂക്ലിയോഫൈൽ ഈ ഹൈഡ്രജനെ, തൊട്ടടുത്തുള്ള കാർബണിലുള്ള ഹൈഡ്രജനെ വലിച്ചെടുക്കും. അപ്പൊ ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് വരും. ആ നെഗറ്റീവ് ചാർജ്
നെഗറ്റീവ് ചാർജ് ഇവിടെ ഒരു ബോണ്ട് ആയിട്ട് മാറും. അതനുസരിച്ച് ക്ലോറിനും ഇവിടെ നിന്ന് പിൻവാങ്ങും. ക്ലോറിൻ Cl- അയോൺ ആയിട്ട് പുറത്തേക്ക് പോവും. അപ്പൊ ഇവിടെ തൊട്ടടുത്തുള്ള കാർബണിൽ ഇലക്ട്രോൺസ് ഉണ്ട്, അത് ഡബിൾ ബോണ്ട് ആയിട്ട് മാറും. ഡബിൾ ബോണ്ട് അല്ല, ഓൾറെഡി ഒരു ബോണ്ട് ഇവിടെ ഉണ്ട്, ഡബിൾ ബോണ്ട് ഉണ്ട്. മൂന്നാമത്തെ ബോണ്ടാണ് വരുന്നത്. അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഇവിടെ ഒരു ട്രിപ്പിൾ ബോണ്ടാണ് ഉണ്ടാവുക. ഇവിടെ ഉണ്ടാവുന്ന ബോണ്ട് ട്രിപ്പിൾ ബോണ്ടാണ്. അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഒരു വരയുണ്ട്, ഓൾറെഡി ഒരു വരയുണ്ടായിരുന്നു, പിന്നെയും ഒരു വരയും കൂടി വന്നു. അപ്പൊ 3 ബോണ്ട് ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ ഒരു ട്രിപ്പിൾ ബോണ്ടഡ് ആയിട്ടുള്ള ഒരു ആരോമാറ്റിക് റിംഗ് ആണ് നമ്മൾ കാണുന്നത്. ഈ ട്രിപ്പിൾ ബോണ്ടഡ് ആയിട്ടുള്ള ആരോമാറ്റിക് റിങ്ങിനെ വിളിക്കുന്നത് ബെൻസൈൻ എന്നാണ്. ബെൻസൈൻ ഇന്റർമീഡിയറ്റ്. ഇറ്റ് ഇസ് കോൾഡ് ബെൻസൈൻ ഇന്റർമീഡിയറ്റ്. ഇനി NH2 ആണ് ഈ ഹൈഡ്രജനെ വലിച്ചെടുത്തത്, അതുകൊണ്ട് അത് NH3 ആയിട്ട് മാറി. ഫസ്റ്റ് സ്റ്റെപ്പ് കുറച്ച് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലോറോ ബെൻസീന്റെ തൊട്ടടുത്തുള്ള ഓർത്തോ പൊസിഷനിലുള്ള ഹൈഡ്രജന് NH2- എന്ന് പറഞ്ഞ ബേസ് വലിച്ചെടുത്തു. അപ്പൊ അവിടെ ഒരു നെഗറ്റീവ് ചാർജ് വന്നു. ആ നെഗറ്റീവ് ചാർജ് ഒരു ബോണ്ടായിട്ട് മാറുന്നതനുസരിച്ച് ക്ലോറിൻ അവിടെ നിന്ന് പിന്മാറുന്നു, Cl- ആയിട്ട് മാറുന്നു. അങ്ങനെ ഈ ആരോമാറ്റിക് റിംഗിൽ ഒരു ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാവുന്നു. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ബെൻസൈൻ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് ബെൻസൈൻ ഇന്റർമീഡിയറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താന്ന് നോക്കാം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അഡീഷൻ ആണ്. അഡീഷൻ ഓഫ് ദ ന്യൂക്ലിയോഫൈൽ. ഈ രണ്ടാമത്തെ സ്റ്റെപ്പിൽ എലിമിനേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ന്യൂക്ലിയോഫൈൽ ആഡ് ചെയ്യുക. നമ്മുടെ ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് അറിയാവുന്നതാണ്. സ്ട്രോങ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയോഫൈൽ ആണ്. അമൈഡ് അയോൺ ആണ്, NH2- അയോൺ ആണ്. അപ്പൊ ഇവിടെ ബെൻസൈൻ ഇരിക്കുകയാണ്. ആ ബെൻസൈനിലേക്ക് NH2- ബെൻസൈന്റെ ഒരു കാർബണിലേക്ക് അറ്റാക്ക് ചെയ്യുന്നു. അപ്പൊ ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. തൊട്ടടുത്തുള്ള കാർബണിൽ നെഗറ്റീവ് ചാർജ് വരുന്നു. അപ്പൊ നിങ്ങൾക്ക് കാണാവുന്നതാണ്, ഇവിടെ ഒരു NH2 വന്ന് അറ്റാച്ച് ചെയ്തു. അപ്പൊ തൊട്ടടുത്തുള്ള കാർബൺ നെഗറ്റീവ് ചാർജ് ആയി. ഇനി ഈ തൊട്ടടുത്തുള്ള ഈ കാർബണിന്റെ ഈ നെഗറ്റീവ് ചാർജ് കളയാൻ വേണ്ടി എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വേറെ NH3 മോളിക്യൂൾസ്, നമ്മൾ തുടക്കത്തിൽ ഒരു NH3 മോളിക്യൂൾ നമുക്ക് ഉണ്ടായിരുന്നു, അതിലത്തെ ഹൈഡ്രജനെ വലിച്ചെടുക്കുന്നു ഈ കാർബൺ. അപ്പൊ ഈ കാർബൺ ഹൈഡ്രജൻ കിട്ടും. അപ്പൊ ഈ നെഗറ്റീവ് ചാർജ് പോവും. അങ്ങനെ നമുക്ക് ഈ കോമ്പൗണ്ട് കിട്ടും. ഈ കോമ്പൗണ്ടിന്റെ പേരെന്താണ്? അനിലീൻ. ഇതിന്റെ പേരാണ് അനിലീൻ. അതിന്റെ കൂടെ NH2-ഉം. ഈ NH2-, അതായത് ഇതിൽ നിന്ന് ഹൈഡ്രജനെ വലിച്ചെടുത്ത, അമോണിയിൽ നിന്ന് ഹൈഡ്രജനെ വലിച്ചെടുത്തപ്പോ നമുക്ക് പിന്നെ കിട്ടിയത് NH2- ആണ്. അപ്പൊ ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ സെക്കൻഡ് സ്റ്റെപ്പിൽ ഈ കാർബണിലേക്ക്, ബെൻസൈനിലെ ട്രിപ്പിൾ ബോണ്ട് ഉള്ള ഒരു കാർബണിലേക്കാണ് ഈ NH2- അറ്റാക്ക് ചെയ്തത്. ആ കാർബണിലേക്ക് തന്നെ അറ്റാക്ക് ചെയ്യുന്ന ഒരു നിർബന്ധമില്ല. അതിന് തൊട്ടടുത്ത കാർബണിലേക്കും ഇതുപോലെ തന്നെ അറ്റാക്ക് ചെയ്യാവുന്നതാണ്. രണ്ടും ഒരേ പ്രോബബിലിറ്റി ആണ്. രണ്ട് കാർബൺ ഒരേപോലെ ഉള്ളതാണ്. കാരണം രണ്ട് ട്രിപ്പിൾ ബോണ്ട് വഴി ബന്ധിക്കപ്പെട്ട കാർബൺ ആണ്. അപ്പൊ രണ്ടിനും ഒരേ പ്രോബബിലിറ്റി ആണുള്ളത്. അപ്പൊ ഇവിടെ എത്ര പ്രോബബിലിറ്റി ഉണ്ട് അറ്റാക്ക് ചെയ്യാൻ, അത്രയും തന്നെ പ്രോബബിലിറ്റി ഇവിടെയും അറ്റാക്ക് ചെയ്യാനുണ്ട്. അതുകൊണ്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് എഴുതിയിരിക്കുന്നത് ആ കാർബണിലേക്കുള്ള അറ്റാക്ക് ആണ്. ഈക്വൽ പ്രോബിലിറ്റി ആണ്. അതായത് ഇത് 50% ഉണ്ടാവുകയാണെങ്കിൽ ഇത് 50% ഉണ്ടാവും. അപ്പൊ NH2- ഈ കാർബണിലേക്ക് വന്ന് അറ്റാക്ക് ചെയ്യുന്നു. അപ്പൊ തൊട്ടടുത്തുള്ള കാർബണിൽ നെഗറ്റീവ് ചാർജ് വരുന്നു. അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. NH2 ഈ കാർബണിൽ വന്ന് അറ്റാച്ച് ചെയ്തപ്പോൾ തൊട്ടടുത്ത കാർബണിൽ നെഗറ്റീവ് ചാർജ്. ആ കാർബണിന്റെ ആ നെഗറ്റീവ് ചാർജ് കളയാൻ വേണ്ടി അമോണിയയിൽ നിന്ന് ഹൈഡ്രജനെ വലിച്ചെടുത്തു. അപ്പൊ നെഗറ്റീവ് ചാർജ് പോയി. അങ്ങനെ നമുക്ക് അനിലീൻ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് കിട്ടി. കൂടെ ഈ ന്യൂക്ലിയോഫൈലും ഉണ്ടായിട്ടുണ്ട്, NH2- എന്ന് പറഞ്ഞ ന്യൂക്ലിയോഫൈൽ. ഇവിടെ രണ്ടും അനിലീൻ പ്രോഡക്ട്സ് ആയിട്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അനിലീനാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ബെൻസൈൻ മെക്കാനിസത്തിൽ രണ്ട് സ്റ്റെപ്പ് ഉണ്ട്. ആദ്യത്തെ സ്റ്റെപ്പ് എലിമിനേഷൻ ആണ്, അല്ലെങ്കിൽ ഫോർമേഷൻ ഓഫ് ബെൻസൈൻ ഇന്റർമീഡിയറ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അഡീഷൻ ഓഫ് ദി ന്യൂക്ലിയോഫൈൽ ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ബെൻസൈൻ ഇന്റർമീഡിയറ്റ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ബാക്കി എല്ലാ സ്ഥലത്തും ഡബിൾ ബോണ്ട് ഉള്ളപ്പോ ബെൻസീന്റെ ഒരു പൊസിഷനിൽ മാത്രം, അല്ലെങ്കിൽ ഒരു സൈഡിൽ മാത്രം ട്രിപ്പിൾ ബോണ്ട് ഉള്ളതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ബെൻസൈൻ ഇന്റർമീഡിയറ്റ് എന്ന്. ബെൻസൈൻ ഇന്റർമീഡിയറ്റില് പൈ ബോണ്ട് ഉണ്ടാവണത്
വളരെ ബുദ്ധിമുട്ടിയാണ്. കാരണം പൈ ബോണ്ട് ഉണ്ടാവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഒരു പൈ ബോണ്ട് ഉണ്ട്, അതിൻ്റെ കൂടെ രണ്ടാമത്തെ പൈ ബോണ്ട് ഉണ്ടാവണമെങ്കിൽ എന്താ പറയുക, സൈഡ് വൈസ് ഓവർലാപ്പിനെയാണ് നമ്മൾ പൈ ബോണ്ട് എന്ന് വിളിക്കുന്നത്. സൈഡ് വൈസ് ഓവർലാപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, കാരണം ഇത് ചെരിഞ്ഞാണ് ഇരിക്കുന്നത്. എന്നാലും കഷ്ടപ്പെട്ടാണെങ്കിലും ഇത് പൈ ബോണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇത് ട്രിപ്പിൾ ബോണ്ട് ആവുന്നത്. പക്ഷെ ഈ പൈ ബോണ്ട് എപ്പോ വേണമെങ്കിലും ബ്രേക്ക് ആവാവുന്നതാണ്. അതുകൊണ്ട് ഈ പൈ ബോണ്ട് വീക്ക് ബോണ്ട് ആണ്. പെട്ടെന്ന് തന്നെ ഇത് ബ്രേക്ക് ചെയ്തിട്ട് ബെൻസൈൻ വേഗം തന്നെ റിയാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് ബെൻസൈൻ ഇന്റർമീഡിയറ്റ് ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ്. ഇനി ബെൻസൈൻ മെക്കാനിസം നടക്കുന്നുണ്ട് എന്നതിനുള്ള തെളിവ് എന്താണ്, അതാണ് ഞാൻ പറയുന്നത്. ബെൻസൈൻ മെക്കാനിസം ആണ് സ്ട്രോങ് ന്യൂക്ലിയോഫൈൽസ് അറ്റാക്ക് ചെയ്യുമ്പോൾ വരുന്നത്. അതിന് തെളിവുകൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നു, രണ്ട് പ്രോഡക്റ്റ് നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ട്രിപ്പിൾ ബോണ്ടുള്ള രണ്ട് കാർബണിലും തുല്യമായ പ്രോബബിലിറ്റി ഉണ്ട്. ഇപ്പൊ ക്ലോറിൻ എവിടെ നിന്നാണ് പോകുന്നത് അവിടേക്ക് തന്നെ NH2- അറ്റാക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ അങ്ങനത്തെ സബ്സ്റ്റിറ്റ്യൂഷനെ നമ്മൾ വിളിക്കുന്നത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നാണ്. ക്ലോറിൻ എവിടെ നിന്ന് പോകുന്നു അതിന് തൊട്ടടുത്തുള്ള കാർബൺ, ഓർത്തോ കാർബൺ, ക്ലോറോബെൻസീനിലുള്ള ഓർത്തോ കാർബണിലാണ് NH2- അറ്റാക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്നത് സൈൻ സബ്സ്റ്റിറ്റ്യൂഷൻ എന്നാണ്. ഇത് രണ്ട് തരത്തിലുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഒന്ന്, എവിടെ നിന്നാണ് ക്ലോറിൻ പോകുന്നത് അവിടെ തന്നെ അമീൻ അറ്റാക്ക് ചെയ്യാണ്, അല്ലെങ്കിൽ അമൈഡ് അയോൺ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്നത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനും. ക്ലോറിൻ എവിടെ നിന്നാണ് പോകുന്നത് അതിന് ഓർത്തോ ആയിട്ടുള്ള കാർബണിലാണ് വന്ന് അമൈഡ് അയോൺ അറ്റാക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്നത് സൈൻ സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുമാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ, സൈൻ സബ്സ്റ്റിറ്റ്യൂഷൻ കാണാവുന്നതാണ്. ഇവിടെ നമ്മൾ ക്ലോറിനുള്ള കാർബണ് നമ്മൾ സ്റ്റാർ ഇട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെ റേഡിയോ ആക്റ്റീവ് ആക്കിയിട്ടുണ്ട്. റേഡിയോ ആക്റ്റീവ് കാർബൺ ആയ C14 ആക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിനൊരു ലേബിൾ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ സ്റ്റാർ ഇട്ട് ലേബിൾ ചെയ്ത പോലെ തന്നെ നമ്മൾ ശരിക്കും റിയാക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ ആ കാർബണിനെ മാത്രം റേഡിയോ ആക്റ്റീവ് C14 ആക്കുകയാണ്. അപ്പൊ നമുക്ക് ബാക്കിയുള്ള കാർബണൊക്കെ C12 കാർബൺ ആണ്, ഇത് മാത്രം എന്താവും C14 കാർബൺ. അപ്പൊ നമുക്ക് ലേബിൾ ചെയ്യാം. അപ്പൊ കറക്റ്റ് എവിടെ വന്നേക്കണേ, പുതിയ സബ്സ്റ്റിറ്റ്യൂട്ടിന് എവിടെ വന്നേക്കണേന്ന് കറക്റ്റ് അറിയാൻ പറ്റും. അപ്പൊ ഈ സ്റ്റാർ ഇട്ട കാർബണിൽ തന്നെയാണ് അമൈഡ് അയോൺ അറ്റാക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ അതിന് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ പ്രൊഡക്റ്റ് എന്നാണ് വിളിക്കുക. അപ്പൊ അതിന് അനിലീൻ തന്നെയാണ് പ്രൊഡക്റ്റിന്റെ പേര്. അത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ അനിലീൻ ആണ്. ഇനി സ്റ്റാർ ഇട്ട് നമ്മൾ മാർക്ക് ചെയ്ത കാർബണിന്റെ തൊട്ടടുത്തുള്ള കാർബണിലാണ് അമീൻ വരുന്നതെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്നത് സൈൻ സബ്സ്റ്റിറ്റ്യൂഷൻ പ്രൊഡക്റ്റ് എന്നാണ്. സൈൻ സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഇതാണ് ഇവിടുത്തെ സൈൻ സബ്സ്റ്റിറ്റ്യൂഷൻ പ്രൊഡക്റ്റ്, ഇതാണ് ഇവിടുത്തെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ പ്രൊഡക്റ്റ്. രണ്ടിന്റെ പേര് ഒന്ന് തന്നെയാണ്, രണ്ടും അനിലീൻ തന്നെയാണ്. അപ്പൊ ഈ ലേബിൾ ചെയ്ത കാർബണിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കാർബൺ പ്രോഡക്റ്റ് എന്ന് വിളിക്കും. ലേബിൾ ചെയ്ത കാർബണ് തൊട്ടടുത്തുള്ള കാർബണിലാണ് വരണമെങ്കിൽ നമ്മൾ അതിനെ സൈൻ സബ്സ്റ്റിറ്റ്യൂഷൻ പ്രോഡക്റ്റ് എന്ന് വിളിക്കും. അപ്പൊ സാധാരണയായിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോ സയന്റിസ്റ്റുകൾ ശ്രദ്ധിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും ഈക്വൽ അമൗണ്ട്സിൽ ഉണ്ടാവുന്നുണ്ട്. അതായത് 50% ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ പ്രോഡക്റ്റും 50% സൈൻ സബ്സ്റ്റിറ്റ്യൂഷൻ പ്രോഡക്റ്റും നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ബെൻസൈൻ മെക്കാനിസം ആണ് നടക്കുന്നതിനുള്ള വ്യക്തമായ തെളിവാണ് അത് കാണിക്കുന്നത്. കാരണം രണ്ടും 50% പ്രോബിലിറ്റിയിൽ ഉണ്ടാവുന്നത് കൊണ്ട് അതൊരു തെളിവാണ്. ഇനി വേറൊരു തെളിവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഓർത്തോ ബ്രോമോ ടൊളുവീൻ എടുക്കാവുന്നതാണ്. ഇതാണ് ബ്രോമോ ബെൻസീന്റെ ഓർത്തോ പൊസിഷനിൽ ഒരു മീത്തൈൽ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഓർത്തോ ബ്രോമോ ടൊളുവീൻ. ഇതാണ് അപ്പൊ ഓർത്തോ ബ്രോമോ ടൊളുവീൻ. അപ്പൊ അതിന് നമ്മൾ അമൈഡ് അയോണായിട്ട് അറ്റാക്ക് ചെയ്യാണ്. സോഡമൈഡ് ഇൻ ലിക്വിഡ് അമോണിയ, അതാണ് അമൈഡ് അയോണിന്റെ റിയേജന്റ്. അപ്പൊ അത് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ NH2 ഗ്രൂപ്പ് വരുവാണെങ്കിൽ നമ്മൾ അതിന് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ പ്രോഡക്റ്റ് എന്ന് വിളിക്കും. അതാണ് ഇത്. ഓർത്തോ ടൊളുവീഡിന് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ പ്രോഡക്റ്റ് ആണ്. ഇവിടെ തന്നെ NH2- വരാതെ തൊട്ടടുത്തുള്ള കാർബണിലാണ് വരണമെങ്കിൽ നമ്മൾ അതിനെ വിളിക്കും മെറ്റാ ടൊളുവീഡിൻ. അത് സൈൻ സബ്സ്റ്റിറ്റ്യൂഷൻ പ്രൊഡക്റ്റ് ആണ്.
അപ്പൊ സയന്റിസ്റ്റുകൾ ഇങ്ങനെ ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോ ശ്രദ്ധിച്ചു രണ്ടും ഈക്വൽ എമൗണ്ട്സിൽ ഉണ്ടാവുന്നുണ്ട്. ഓർത്തോ ടോൾവീഡിൻ ഉണ്ടാവുന്നുണ്ട്, മെറ്റാ ടോൾവീഡിൻ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് ഇത് ബെൻസൈൻ മെക്കാനിസത്തിന് വ്യക്തമായ തെളിവാണ് ഈ റിയാക്ഷൻ. അപ്പൊ ഒന്നെങ്കിൽ ഇവിടെ അമൈഡ് അയോൺ അറ്റാക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ അറ്റാക്ക് ചെയ്യാം. ഇവിടെ പറ്റില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തൊട്ടടുത്ത് ഒരു വേറെ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഇവിടെ അറ്റാക്ക് ചെയ്യാം, ഇവിടെ അറ്റാക്ക് ചെയ്യാം. ഇവിടെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഓർത്തോ ടോൾവീഡിൻ കിട്ടും. ഇവിടെയാണ് അറ്റാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് മെറ്റാ ടോൾവീഡിൻ കിട്ടും. അപ്പൊ രണ്ടും കിട്ടുന്നത് കൊണ്ട് അത് ബെൻസൈൻ മെക്കാനിസത്തിന് ഒരു തെളിവാണ്. ഇനി വേറൊരു മോളിക്യൂൾ എന്ന് പറയുന്നത് 2-bromo-3-methyl anisole. ഇവിടെയാണ് ഹാലജൻ ഗ്രൂപ്പ് ഇരിക്കുന്നത്. അതിന്റെ രണ്ട് പൊസിഷനിലും, ഓർത്തോ പൊസിഷനിലും പാര പൊസിഷനിലും രണ്ട് ഓർത്തോ പൊസിഷനിലും ഓരോ ഗ്രൂപ്പ് ഉണ്ട്. ഒരു സ്ഥലത്ത് ഈതർ ഗ്രൂപ്പും മീത്തോക്സി ഗ്രൂപ്പും, മറ്റേ ഓർത്തോ പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പും ഉണ്ട്. അപ്പൊ രണ്ട് സ്ഥലത്തും സ്ഥലമില്ല. ഈ രണ്ട് സ്ഥലത്ത് രണ്ട് കാർബണിന്റെ അടുത്തും വന്ന് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആവാനുള്ള സ്ഥലമില്ല. അതുകൊണ്ട് ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഇവിടെ മാത്രമേ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആവാൻ പറ്റുള്ളൂ. ഈ ബ്രോമിൻ മാറി ആ സ്ഥാനത്ത് NH2 അമൈഡ് ഗ്രൂപ്പ് വന്ന് അറ്റാക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഇത് ബെൻസൈൻ ഇന്റർമീഡിയറ്റ് ഇവിടെ ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല, കാരണം രണ്ട് പൊസിഷനും ഓക്യുപ്പൈഡ് ആണ്. അതുകൊണ്ട് ഇവിടെ ബെൻസൈൻ മെക്കാനിസം ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ മോളിക്യൂൾ റിയാക്ട് ചെയ്യുന്നില്ല, സോഡമൈഡ് ഇൻ ലിക്വിഡ് അമോണിയ ആയിട്ട് റിയാക്ട് ചെയ്യുന്നില്ല. അപ്പൊ ഇവിടെ റിയാക്ഷൻ നടക്കാത്തത് കൊണ്ട് ഇതും ഒരു തെളിവാണ് ബെൻസൈൻ മെക്കാനിസത്തിനുള്ള തെളിവ്. അപ്പൊ ഇതെല്ലാം എവിഡൻസസ് ആണ് സപ്പോർട്ടിങ് ദ ബെൻസൈൻ മെക്കാനിസം. ബെൻസൈൻ മെക്കാനിസം ആണ് സംഭവിക്കുന്നതിനുള്ള തെളിവുകൾ ഇതൊക്കെയാണ്. ഒന്ന്, രണ്ട് സ്ഥലത്തും ഓക്യുപ്പൈഡ് ആയിട്ടുള്ള, രണ്ട് ഓർത്തോ പൊസിഷനിലും ഓക്യുപ്പൈഡ് ആയിട്ടുള്ള ബ്രോമോ ബെൻസീന് റിയാക്ട് ചെയ്യുന്നില്ല അമൈഡ് അയോണായിട്ട്. ഒരു പൊസിഷനിൽ മാത്രം ഓക്യുപ്പൈഡ് ആയിട്ടുള്ള ബ്രോമോ ബെൻസീന് റിയാക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് രണ്ട് പ്രൊഡക്റ്റും തുല്യ അളവിൽ കിട്ടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് തെളിവുകളായിട്ട് കരുതാവുന്നതാണ് ബെൻസൈൻ മെക്കാനിസത്തിന്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ രണ്ട് മെക്കാനിസം ആണ് പഠിച്ചത്. ഒന്ന് ബൈ മോളിക്കുലാർ ഡിസ്പ്ലേസ്മെന്റ് മെക്കാനിസം, വേറൊന്ന് ബെൻസൈൻ മെക്കാനിസം. ഇത് രണ്ടും നന്നായി എഴുതി നോക്കി പഠിക്കുക, അപ്പൊ കിട്ടും. ഓക്കെ, താങ്ക് യു.